ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ജോലിക്ക് പോകാൻ നിൽക്കുവാണ്. അതിന് മുന്നേ ഒരു കൊച്ചു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ പോയതാണ്. ഒരു 19K അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോൻ്റെ കമൻ്റായിട്ട് ഒരു കുട്ടി എന്നോട് ഒരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചു. ഒരു എന്നെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഒരു ചോദ്യം വന്ന് ചോദിച്ചു ആ കുട്ടി. നമ്മളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ളതും നമ്മുടെ ചിന്തയിൽ വന്നിട്ടുള്ളതുമായ ഒരു സാധാരണ ചോദ്യം തന്നെയായിരുന്നത്. അതും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ ആത്മകഥം പോലെ പറഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റ്. ചോദ്യം ഇതാണ്: എന്നല്ല, ചേച്ചിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്ന്. ആ കമൻറ്റിന് ഒരു വലിയ ഉത്തരം തന്നെ ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രിയായിരുന്നു ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ ചെയ്തത്. രാവിലെ ആയപ്പോൾ ആ കമൻറ്റും ഇല്ല, റിപ്ലൈയും ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമായി. തീർച്ചയായും ആ കുട്ടി തന്നെ ആ കുട്ടിയുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തത് കൊണ്ടാണ് അത് പിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞത്. അത് പിന്നെ അവിടെ കാണാതിരുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ കമൻറ്റ് പറ്റുന്നില്ല. അതിനർത്ഥം ആ കുട്ടി ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ആ കുട്ടിക്ക് മാത്രമാണ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്കാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണോ എന്തോ ആ കുട്ടി അത് ഡിലീറ്റ് ചെയ്തു. ഒരു പക്ഷേ അതിന് കിട്ടിയ വേണ്ട ആൻസർ അത് വായിച്ച് കഴിഞ്ഞിട്ട് അത് മതി എന്നുള്ള തോന്നലായിരിക്കാം ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം പിന്നെ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ആ റിപ്ലൈ ഞാൻ അവൾക്ക് കൊടുത്ത, ആ കുട്ടിക്ക് കൊടുത്ത റിപ്ലൈ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചുകൂടാ എന്ന്. അടുത്ത ജന്മത്തിൽ എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, ഇനി അഥവാ ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. കാരണങ്ങളും കാരണമില്ലായ്മയും എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ. ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു 35 വയസ്സിനുള്ളിലായിരുന്നു ഈ ചോദ്യമെങ്കിൽ എനിക്കൊരു പെണ്ണായി ജനിക്കണ്ട എന്ന് മാത്രമേ പറയുള്ളായിരുന്നു. ഒരു സംശയമില്ല എനിക്കതിൽ. കാരണം ഒരു പെൺജീവിതത്തിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. കാത് കുത്തു മുതൽ പ്രസവം വരെ അനുഭവിക്കുന്ന വേദനകൾ മാത്രമായിരുന്നു ഏറ്റവും വലിയ നെഗറ്റീവായി ഞാൻ കണ്ടിരുന്നത്. ഗ്ലോറിഫൈ ചെയ്തു സ്ത്രീജന്മം, പുണ്യജന്മം, അമ്മയായാൽ ജീവിതം സഫലം എന്നൊക്കെ കേട്ട് വളർന്നൊരു ചെറുപ്പകാലം. അതന്നൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് സ്ത്രീകളെ മനോഹരമായി പൂട്ടിയിടുകയാണെന്ന് ഈ പകപ്പറച്ചിലുകൾ വഴി. സത്യം പറഞ്ഞാൽ ആ ഗ്ലോറിഫൈ ചെയ്ത വാക്കുകളാണ് പണ്ട് സ്ത്രീയായ വിഷമം ഉണ്ടെങ്കിലും അതിനെ മറയ്ക്കാനോ സഹായിച്ചിരുന്നത്. ഒരു പക്ഷേ അതിനുവേണ്ടി തന്നെ ആവാം അങ്ങനെ ഒരു സമാധാനം നിറഞ്ഞൊരു വാക്ക് സമൂഹം തന്നത് നമുക്ക്, വിഷമമൊക്കെ മാറ്റിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പെൺകുട്ടി വേണ്ട, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ ആവണ്ട എന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച വേദനകൾ എൻ്റെ കുഞ്ഞ് അനുഭവിക്കുന്ന കാണാൻ വയ്യ. അതിനുള്ളൊരു ശക്തി ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം കുട്ടികളുടെ വേദന കാണാനായിരിക്കും ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവർ എത്ര വേദന വേണം സഹിക്കും, പക്ഷെ നമ്മുടെ കുട്ടികൾ ഒരു വേദനയും സഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ആ വേദനകളൊക്കെ കാണേണ്ടി വരുമല്ലോ എന്നതുകൊണ്ട് എനിക്കൊരു പെൺകുട്ടി വേണ്ടാന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പെൺകുട്ടി വന്നതിന് ശേഷം ഇന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഞാനെങ്ങനെ അത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹം ദൈവം കേട്ടിട്ട് അത് വേണ്ടാതെങ്ങാനും വന്നിരുന്നെങ്കിൽ, ഒരു ആൺകുട്ടീനെ തന്നെ എനിക്ക് തന്നിരുന്നെങ്കിൽ ആ വിഷമം, ചിലപ്പോൾ പെൺകുട്ടി ഉണ്ടായ സുഖം എനിക്ക് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ആൺകുട്ടി ഉണ്ടായ വിഷമം ഞാൻ മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഇത് മനസ്സിലായത് കൊണ്ട് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ദൈവം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച എത്ര തെറ്റാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ മോളില്ലെങ്കിൽ ഈ വീടും എൻ്റെ ജീവിതവും തന്നെ ഉറങ്ങിപ്പോയിന്. എൻ്റെ വേദനകളെ അവളോളം ഉൾക്കൊള്ളാൻ എൻ്റെ ഭർത്താവിനോ അല്ല എൻ്റെ മോനോ കഴിയില്ല. അവരെൻ്റെ ജീവിതം കളർഫുള്ളാക്കുന്നത് വേറെ വിധത്തിലാണ്. പക്ഷേ ഒരമ്മയുടെ വിഷമങ്ങളെ, വേദനയെ അത് ഏറ്റവും അധികം മനസ്സിലാക്കുക ഒരു പെൺകുഞ്ഞ് മാത്രമാണ്. അവൾക്ക് അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും. അതങ്ങനെയാണ്. ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലാണ് ചില തിരിച്ചറിവുകൾ നമ്മളെ തേടിയെത്തുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ എൻ്റെ സ്ത്രീത്വത്തെയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. സത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം ആദ്യമായി നിയന്ത്രിക്കുന്നത് അവളുടെ അമ്മ തന്നെയായിരിക്കും.
ഇരിക്കുന്നതും നടക്കുന്നതും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം അമ്മയുടെ നിയമങ്ങളായിരിക്കും ആദ്യം നടപ്പിലാക്കുക, അല്ലേ? അപ്പം ആദ്യം നമ്മളുടെ പെൺകുഞ്ഞുങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു അമ്മയാവണം എനിക്ക്. അവൾക്ക് മോശം വരാത്ത രീതിയിൽ, അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ അവളെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരമ്മ. ജീവിതത്തിൻ്റെ നിലപാടുകളിൽ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും പേടി കൂടാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നത് പറയുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ് അവളിൽ ഉണ്ടാക്കാൻ ഒരു വലിയ പങ്ക് അവളുടെ അമ്മ തന്നെയാണ് വഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ മോള് ചെറുതാകുമ്പോൾ ഒരു 3-4 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവളോട് ഒരു ദിവസം ചോദിച്ചു, മൂക്ക് വലുതായിട്ട്, ക്ലീഷേ ചോദ്യം, മൂക്ക് വലുതായിട്ട് ആരാവാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് അമ്മേനെ പോലെ അടുക്കളയിൽ ഭക്ഷണം. അന്നേരം ഞാൻ ജോലി ചെയ്യുന്നില്ല കേട്ടോ. മോളെ പ്രസവിച്ചിട്ടുള്ള ആ സമയം ഒരു 4-5 കൊല്ലം ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെ പോലെ അടുക്കളയിൽ നല്ല ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന്. അതായിരുന്നു അവളുടെ ആഗ്രഹം. കുഞ്ഞു മനസ്സിൽ തറച്ചുപോയി, അമ്മയ്ക്കൊരു പണിയും ഇല്ല, ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നടക്കലാണെന്നുള്ളത്. എനിക്കത് ഭയങ്കര സങ്കടമായി കേട്ടോ. അമ്മേനെ പോലെ എന്ന് പ്രത്യേകം അവളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടാണ് വളരുന്നത്. ഇന്ന് ഭാവിയിൽ ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അവർ കാണുന്നതാണല്ലോ അവരുടെ മനസ്സിലങ്ങനെ തറച്ചു പോകുന്നത്. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ജോലിക്ക് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അവളോട്, എന്താണ് ആവേണ്ടത് മൂക്കെന്ന്. അപ്പോഴേക്കും അവൾ ഇച്ചിരി കൂടെ വലുതായി. ഞാൻ രാവിലെ തിരക്കി പിടിച്ച് ഓടുന്നതും അവളുടെ ആവശ്യങ്ങൾക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പൈസ എടുത്ത് കൊടുക്കുന്നതും എല്ലാം അവൾ കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുമല്ലോ കുട്ടികൾ. അവൾ പറഞ്ഞു, എനിക്കൊരു ജോലി ചെയ്യണം അമ്മേ, സ്വന്തം കാലിൽ നിൽക്കണം. എന്ത് ജോലിയാണെന്ന് അവൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല, പക്ഷേ സ്വന്തമായിട്ട് ഏണിംഗ് ഉള്ള ഒരു ജോലി എനിക്ക് വേണം. കല്യാണം എന്നത് അവളുടെ ലിസ്റ്റിലേ ഇല്ല. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കല്യാണം എന്ന് പഠിച്ച് ഇതാക്കിയിട്ട് തന്നെയാണല്ലോ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം അവളുടെ ലിസ്റ്റിലേ ഇല്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അമ്മമാർ ഒരു വലിയ സ്വാധീനം വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മേലെ. അവരെ നോക്കിയാണ് വളരുന്നതെങ്കിൽ അവരിൽ നിന്ന് പലതും കോപ്പി ചെയ്യാൻ അവരെന്തായാലും ശ്രമിക്കും, പലതും കോപ്പി ചെയ്യുന്നുമുണ്ടാവും. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ എന്ത് പറയാനാണ്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പെൺകുട്ടീനെ അടച്ചുപൂട്ടി വളർത്തുന്നില്ല, എല്ലാവരും ജോലി ചെയ്യണം, കല്യാണമല്ല മെയിൻ എയിം എന്നൊക്കെ തന്നെ പഠിപ്പിച്ച് തന്നെയാണ് വളരുന്നത്. ഇത് പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, ഇവളൊരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണിന് വേറൊരു പെണ്ണിൻ്റെ ജീവിതം എങ്ങനെ മാറ്റാൻ ആവും എന്നതിന് ഒരു ചെറിയൊരു ഉദാഹരണം, അത്രയേ ഉള്ളൂ. വേറൊന്നും ഞാൻ അതിനെ കൊണ്ട് ഞാനൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിപ്പം ജോലി ചെയ്യുന്ന അമ്മ എന്ന് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും കുട്ടികളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയും. കുട്ടികളെ എന്താ പറയുക, കേപ്പബിളായിട്ട് വളരണമെന്ന് നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയും. അത് കേട്ട അമ്മ പറഞ്ഞാൽ മാത്രമേ കുഞ്ഞിന് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. അപ്പം അതൊക്കെ തന്നെ ഒരു അമ്മയാണെന്നുള്ള രീതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് വീട്ടിൽ നിന്ന് തന്നെ ഒരു നല്ല തലമുറയെ വാർത്തു കൊണ്ടുവരാൻ ഏറ്റവും അധികം സാധിക്കുന്നത് നമ്മൾ അമ്മമാർക്ക് തന്നെയാണ്. വേറൊരു കാര്യം, ഒരു പെണ്ണിൻ്റെ ശക്തി ആണിനുണ്ടാവുമോ? എവിടെ, അതൊന്നും ഉണ്ടാവില്ലല്ലേ. ഞാൻ കായിക ശക്തിയല്ല ഉദ്ദേശിച്ചത്, ഭാരമിറക്കാനും കയറ്റാനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് മനസ്സിൻ്റെ ശക്തിയാണ് പറഞ്ഞത്. കായിക ശക്തിയിൽ പുരുഷന്മാർ തന്നെയായിരിക്കും മുന്നിൽ, എനിക്കറിയാം. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പറഞ്ഞ കാരിരുമ്പിൻ്റെ ശക്തിയായിട്ട് മനക്കെട്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് പല വീട്ടിലും സ്ത്രീകൾ തന്നെയായിരിക്കും. പുരുഷന്മാരെക്കാട്ടും ഏതൊരു പ്രശ്നത്തിനും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും അല്ലെങ്കിൽ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനും കഴിയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾ തന്നെയായിരിക്കും മുന്നിലുണ്ടാവുക. പുരുഷന്മാർ ചിലപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് തളരും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അത് അവർ മേക്കപ്പ് ചെയ്ത് പുറത്തോട്ട് വരുമെങ്കിൽ പോലും സ്ത്രീകൾ ആദ്യം മുതലേ തന്നെ
പിടിച്ചു നിൽക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവർ മറ്റുള്ളവർ തളരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണെന്നറിയില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. ഉദാഹരണങ്ങളൊക്കെ കുറേ പറയാറുണ്ട്, പക്ഷേ ഇപ്പം ഞാനതൊന്നും പറയുന്നില്ല. എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ അവനവൻ്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അവനവൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ പലവിധ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ എൻ്റെ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ മതിയല്ലോ അടുത്ത ജന്മത്തിൽ പെൺകുട്ടിയെ ജനിക്കാനുള്ള. പെൺകുട്ടികൾ ഒരിക്കൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷനോട് മത്സരിക്കാൻ നിൽക്കാറില്ല. അവൾ അവളോട് തന്നെയാണ് ഡെയിലി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നലത്തേക്കാൾ ബെറ്റർ ഇന്നാക്കാൻ വേണ്ടിയിട്ട്. അവളുടെ വീക്ക്നെസ്സൊക്കെ അവൾക്ക് ശരിക്കും അറിയാം. അങ്ങനെ ഒരു മത്സരം എനിക്കിഷ്ടമാണ്. കൂട്ടത്തിൽ എൻ്റെ ജീവിതം മറ്റൊരു സ്ത്രീ മാതൃകയാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്, ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രശസ്ത അഭിനേതാവും യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ചെയ്യുന്ന അശ്വതി ശ്രീകാന്ത് ഇല്ലേ, അശ്വതി ശ്രീകാന്തിൻ്റെ കാളിയിൽ അവൾ പറയുന്നുണ്ട്, കെട്ടിയ മുടി ഒന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആള് മാറാൻ. പൊട്ട് തൊട്ടാലൊന്ന്, തൊടാഞ്ഞാലൊന്ന്, വളയിട്ടാലൊന്ന്, ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന്, കണ്ണെഴുതിയാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ മാറി മാറി കളയും പെണ്ണുങ്ങൾ. ഈ കുറച്ച് വാക്കുകൾ കൊണ്ട് പെണ്ണിനെ എത്ര മനോഹരമായാണ് അശ്വതി വർണ്ണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരേ ശരീരത്തിൽ പല രൂപങ്ങൾ വരുത്താൻ സ്ത്രീക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇത്ര സൗന്ദര്യം വേറെ ആർക്കാണ് ഉണ്ടാവുക? പെണ്ണൊന്നൊരുങ്ങി പുറപ്പെട്ടാൽ അവളെ എത്ര പേരാണ് നോക്കുക? സത്യത്തിൽ ഈ നോട്ടങ്ങൾ നമുക്ക് തരുന്ന ആത്മവിശ്വാസം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. എത്രയോ സെക്കൻഡുകൾക്ക് മേലെ നോക്കിയാൽ കുറ്റമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചീത്ത നോട്ടങ്ങളെ നമ്മുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ നിർത്തിക്കാനും നമുക്ക് കഴിയും. ഇനിയും ചികഞ്ഞു നോക്കിയാൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഒരു സ്ത്രീയായി ജനിച്ചതിൽ എനിക്ക് അഭിമാനം കൊള്ളാനും വീണ്ടും ഒരു സ്ത്രീയായി ജനിക്കാനും. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുക. ഒരു ചിത്രം ഉണ്ടല്ലോ, മാർച്ച് 8 വനിതാ ദിനത്തിന് എല്ലാവരും സ്റ്റാറ്റസ് ആക്കുന്നൊരു ചിത്രം. ഒരു സ്ത്രീയും പുറകിൽ കുറേ കൈകളും, അതിൽ അവൾ ചെയ്യുന്ന കുറേ സാധനങ്ങളും, അതും ചൂലടക്കം. അത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വരും കേട്ടോ. വീണ്ടും വീണ്ടും പെണ്ണുങ്ങളെ സഹനത്തിൻ്റെ, ക്ഷമയുടെ, അധ്വാനത്തിൻ്റെ പാതയിൽ തന്നെ നിർത്തിക്കാൻ, ഇതൊക്കെ അവൾ തന്നെ ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞ് വലിയൊരു ഭാരം അവളുടെ തലയിലോട്ട് വീണ്ടും കയറ്റി വയ്ക്കുന്ന ഒരു ചിത്രം. ഇതൊക്കെ കണ്ട് രോമാഞ്ചം കൊണ്ട് പെണ്ണുങ്ങൾ വീണ്ടും സ്ത്രീജന്മം പുണ്യജന്മം എന്നും പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. ഒരു അമ്മ എന്ന നിലയിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ വളർത്തി ആളാക്കുക എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്നത്. അവൾ ഒരു ആൺകുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകൾ, അവളെ അംഗീകരിക്കേണ്ടതിനെയും ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളടക്കം എല്ലാ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അമ്മയായി മാറാനും ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതേസമയം തൻ്റെ സ്ത്രീത്വം ഒരു ഇരുതല മൂർച്ചയുള്ള കത്തിയായി പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കാനുള്ളതല്ല എന്നും ഇങ്ങോട്ട് തരുന്ന ബഹുമാനം അതേ അളവിൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെന്നും പലപ്പോഴും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയിലെത്താൻ സാധിക്കൂ എന്നും ഒരിക്കലും ഒരു പുരുഷവിരാധിയായി വളരരുത് എന്നും ഒക്കെ ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കി കൊടുക്കാനും ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ഞാൻ ജനിക്കുന്നു എങ്കിൽ പെൺകുട്ടികൾ ഇതുപോലെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും, ഇനി അതല്ല ഒരുപാട് ഡെവലപ്ഡായ അവസ്ഥയിലാണ് സമൂഹത്തിലെ പെൺകുട്ടികളെങ്കിൽ ആ അവസ്ഥ എൻജോയ് ചെയ്യാൻ വേണ്ടിയും എനിക്കൊരു പെൺകുട്ടിയായി തന്നെ പിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഇനി ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും അറിയണം എനിക്ക്. കമൻ്റായിട്ട് ദയവ് ചെയ്തിട്ട് അത് അറിയിക്കുമല്ലോ. പ്ലീസ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യരുത്. ഇട്ട കമൻറ്റുകൾ അവിടെ തന്നെ വെക്കുക. അന്ന് കമൻ്റ് ഇട്ട ആ കുട്ടി, എനിക്ക് പേര് പോലും ഓർമ്മയില്ല, ഈ വീഡിയോ അഥവാ കാണുന്നുണ്ടെങ്കിൽ ഇനിയിടുന്ന കമൻറ്റുകളെങ്കിലും ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ എന്തായാലും ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ആ വീഡിയോ ഒരുപാട് വിജയമാക്കി തന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോയുടെ അവസാനമാണ് വീഡിയോ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത്. സാരമില്ല, നിങ്ങൾ മുഴുവൻ കാണുമെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. എനിക്ക് ജോലിയിലോട്ട് പോകാൻ സമയമായി. അപ്പം കാണാം. ബൈ. ഹാവ് എ സേഫ് ഡേ. ലവ് യു.